നമസ്കാരം. ഇന്ന് നമസ്കാരം എന്ന് പറഞ്ഞുകൊണ്ടാണ് ധന്യവാദ ദിനം ഞാൻ തുടങ്ങിയത്. എങ്ങനെയോ യാന്ത്രികമായിട്ട് പറഞ്ഞതാണ്. വർഷങ്ങൾക്ക് മുമ്പേ ദ്വാരകയിൽ പോയപ്പോൾ താമസിക്കുന്ന ലോഡ്ജിൽ നിന്ന് പുറത്തേക്ക് വന്നപ്പോൾ ഹിന്ദി മാത്രം അറിയുന്ന സന്യാസിമാരുണ്ട്. അതിലത്തെ ഒരു സന്യാസി വരാന്തയിൽ കൂടെ നടന്നു വന്നു. അപ്പൊ ഞാൻ അവിടെ എന്റെ ഡോറിന്റെ അവിടെ നിൽക്കുകയാണ്. ആത്മനമസ്കാർ എന്നു. നമസ്കാരമല്ല, ആത്മ നമസ്കാരം. അതെന്റെ മനസ്സിൽ പിന്നെ ഞാൻ ഓർക്കുന്നത് അതൊക്കെ മറന്നുപോയി. പിന്നീട് തിരുവണ്ണാമലയിൽ പോയപ്പോൾ തിരുവണ്ണാമലയിൽ ധാരാളം സന്യാസിമാരുണ്ട്. ആ ഗിരിവര സമയത്ത് രണ്ട് സന്യാസിമാർ തമ്മിൽ കണ്ടുമുട്ടി. അതിലൊരാൾ തൊഴുതു വേറൊരാളോട് ആത്മനമസ്കാരം. ഒരു വാക്ക് കേട്ടാൽ അതിന്റെ അർത്ഥം പഠിക്കലും എങ്ങനെയാണ് ആ വാക്ക് വന്നതെന്ന് റിസർച്ച് ചെയ്യലും എന്റെ ജീവിതത്തിന്റെ ഒരു ഭാഗം ആണ്. എന്താണ് ആത്മനമസ്കാരം എന്നുള്ളതിനെ കുറിച്ച് ഞാൻ ചിന്തിച്ചു. നമ്മുടെ ശരീരത്തിൽ സുഷുമ്ന എന്നൊരു നാഡി ഉണ്ട്. ആ സുഷുമ്നയുടെ രണ്ടു വശത്തും ഇട പിങ്കള നാഡികൾ ഉണ്ട്. ആ ഇട പിങ്കള നാഡികളുടെ പ്രവർത്തനം, ആധാരചക്രങ്ങളിലൂടെയുള്ള പ്രവർത്തനത്തെ പറ്റി എവിടെ ക്ലാസ് എടുക്കുമ്പോൾ ആളുകൾക്ക് കോൺസെൻട്രേഷൻ കിട്ടില്ല. അവരുടെ ഇമ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വെട്ടുന്നതാണ്. ശ്രോതാക്കൾ ഇമ വെട്ടുകയും അങ്ങോട്ടും ഇങ്ങോട്ടും ഇതൊന്നും തീർന്നു കിട്ടിയാൽ മതി എന്ന ചിന്തയും വരുന്നത് അറിഞ്ഞും കൊണ്ട് വേദവ്യാസനെ പോലുള്ളവർ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ ഇതിനൊക്കെ ഒരു കഥയാക്കി. അപ്പൊ കഥ കേട്ടുകൊണ്ടിരുന്നു. കഥയാക്കിയുള്ള ഗുണം കഥ കേട്ടുകൊണ്ടിരിക്കും. അത് പറയും, സദാപ്രസംഗാവും, ഭക്തി പ്രഭാഷണത്തിൽ കഥ പറയും. കഥയല്ല നമുക്ക് കേൾക്കേണ്ടത്. ഭക്തി പ്രഭാഷണത്തിൽ കഥ കേൾക്കുമ്പോൾ ഞാൻ അവിടുന്ന് പോകും. ഇട പിങ്കളയ്ക്ക് പകരം ദേവയാനി, വള്ളി രണ്ട് ഭാര്യമാര്, മുരുകന് രണ്ട് ഭാര്യ, ഒക്കെ ശരിയാണ്. ഇട പിങ്കള നാഡിയിലൂടെ ഒഴുകുന്ന ഈ ശക്തിവിശേഷത്തെ മുകളിലേക്ക് ഉയർത്താൻ ശ്രേഷ്ഠമായ ജീവിതങ്ങൾക്ക് കഴിയും. അല്ല, എനിക്കൊന്ന് ശ്രേഷ്ഠമായ ജീവിതം നയിക്കണം എന്ന് ആരെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ ഇപ്പൊ മനസ്സുകൊണ്ട് നല്ലവനായാൽ മതി, ശ്രേഷ്ഠനായി. ഇന്ന് ശ്രേഷ്ഠത ഇല്ല എന്ന് പറഞ്ഞ പലവരെയും കുറിച്ച് പറഞ്ഞെന്താ? അയാളുടെ വായനാക്ക് മോശം, അയാളിപ്പോ ശ്രേഷ്ഠതയ്ക്ക് വല്ല കുറവും കാണിച്ചു. ആ വായെടുത്ത വായനാക്ക് വേറെ ആളെ കുറ്റം പറയല്, ഇതാണ് ശ്രേഷ്ഠതയില്ലായ്മ. ശ്രേഷ്ഠമായ രീതിയിൽ മനസ്സിനെ ഒരുക്കുമ്പോ എന്താവും? അവരുടെ ആജ്ഞാചക്രത്തിന് ശക്തി കിട്ടും. ഇന്ന് നമ്മൾ പറയാറില്ലേ, ഒക്കെ കൊള്ളാൻ നല്ല നേതൃത്വം വേണം. നല്ല നേതൃത്വം ഇല്ലെങ്കിൽ ശരിയാവില്ലേ? എന്താണ് നേതൃത്വം എന്ന് പറഞ്ഞാൽ? അല്ല, ഇപ്പൊ അങ്ങനെ ഇന്ന ആള് നേതാവാണല്ലോ. ജില്ലാ പ്രസിഡന്റായിരുന്ന ആളിപ്പോ സ്റ്റേറ്റിന്റെ ഇതിലെത്തിയല്ലോ. അതല്ല, ആജ്ഞാശക്തി വർദ്ധിക്കുക. ആജ്ഞ എന്നുള്ളത് പറഞ്ഞാൽ ഈ വ്യക്തിയുടെ സങ്കല്പം, ഈ വ്യക്തിയുടെ വചനങ്ങൾ വേറൊരാളിൽ ഏൽക്കുന്നതിനെയാണ് ആജ്ഞാശക്തി എന്ന് വിളിച്ചത്. അല്ലാതെ രാജാവ് ഭടന്മാരോട് ആജ്ഞാപിച്ചു ഇതല്ല.
ഈ ആജ്ഞാശക്തി ഉള്ളവർക്ക് അവരൊന്നും പറയണ്ട, വാക്കിനല്ല പ്രാധാന്യം. അവര് നോക്കിയാൽ കാര്യങ്ങൾ നടക്കും. ഐക്യമുണ്ടാക്കാൻ അവര് വിചാരിച്ചാൽ പറ്റും. ചെറിയൊരളവിൽ വരെ ഈ ശക്തിവിശേഷമുള്ള ആളുകൾ നമ്മുടെ ചുറ്റുമുണ്ട്. നമ്മൾ പറയാറില്ലേ, ഞാൻ പിന്നെ അവിടെ ഒന്നും പറഞ്ഞില്ല, രാമൻകുട്ടിയേട്ടൻ അവിടെ ഇരിക്കുന്നുണ്ട്, അദ്ദേഹം ഇരിക്കുമ്പോ ഞാൻ എങ്ങനെയൊക്കെ പറയാം. രാമൻകുട്ടിയേട്ടൻ എന്താ പ്രത്യേകത? അദ്ദേഹം വാള് കയ്യിൽ വെച്ചാണോ ഇരിക്കണത്? ഈ ശക്തിവിശേഷത്തിന്റെ ഒരു ലാഞ്ചന ആ വ്യക്തിക്കുണ്ട്. ഇതാണ് ഈ ആജ്ഞാചക്രം, ആ ശക്തിവിശേഷം നമ്മുടെ നെറ്റിത്തടത്തിൽ. ആ നെറ്റിത്തടത്തിന് ചന്ദനം ഉത്തമം, തണുപ്പ് കിട്ടൽ മാത്രമല്ല, ഭസ്മം അതിലേറെ ഉത്തമം. സ്ത്രീകൾ പലവരും സ്റ്റിക്കർ വെച്ച് ഒട്ടിക്കാറുണ്ട്, അങ്ങോട്ട് ബ്ലോക്കാക്കും. എത്ര അബദ്ധമാണ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ടിരിക്കെ അത് പ്രസംഗത്തിന് വേദി പറഞ്ഞപ്പോൾ സ്ത്രീകൾ നല്ലൊരു ഭാഗം കണ്ടു, അപ്പട്ടെടുത്തിട്ട് കളയുന്നു. ഈ ആജ്ഞാചക്രം ശക്തിയായിട്ട് നമ്മൾ നോക്കുമ്പോൾ സമഭാവന വരും. ഈ ലോകത്ത് കാണുന്നത് മുഴുവൻ ശരി. ആ പെൺകുട്ടി എന്റെ സഹോദരി, ആ കാണുന്ന ആള് എന്റെ പിതാവ്. കുറച്ചും കൂടി വികസിച്ച് ചിന്തിച്ചാൽ ഇതൊക്കെ നമ്മുടെ ബന്ധത്തിൽപ്പെട്ടവരില്ലേ? ഈ ഭൂമിയിലൊക്കെ നമ്മുടെ ബന്ധത്തിൽപ്പെട്ടവരില്ലേ? വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യം കുട്ടികളെ കൊന്നത് വരെ കേൾക്കേണ്ടി വരികയാണ് ഇപ്പോൾ. ഞാൻ വായിക്കാറില്ല. അത്തരം കുട്ടികളുടെ നിഷ്കളങ്കമായ മുഖം കാണുമ്പോഴേക്ക് ഞാൻ വായിക്കും. ഈ സമഭാവനയിലെത്തിയിട്ട് ഞാൻ എന്ന ആത്മാവും നിങ്ങൾ എന്ന ആത്മാവും സമന്മാരാണ് എന്ന അർത്ഥമാണ് ആത്മനമസ്കാരം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. അല്ലാതെ ഒരാളെ കണ്ട ഉടനെ ആത്മനമസ്കാരം എന്ന്, ധന്യവീരത്തിൽ വേണമെങ്കിൽ നമസ്കാരം എന്ന് പറഞ്ഞതിന് പകരം എനിക്ക് ആത്മനമസ്കാരം എന്ന് പറഞ്ഞല്ലോ ഇത് തുടങ്ങിയപ്പോ. അതൊന്നും പറയാറായിട്ടില്ല. ഈ ഭാവനയിലേക്ക് വരാൻ നാം മനസ്സിനെ ഒരുക്കി കൊണ്ടുവരണം. പ്രഭാതത്തിൽ ഉണീറ്റ ഉടനെ എത്ര മണിക്ക് എണീക്കുന്നു പലരോടും ചോദിക്കാറുണ്ട്. മദ്രാസിൽ നിന്ന് രാവിലെ ഫോൺ ചെയ്യുന്ന ഒരു സുഹൃത്ത് ഏകനായി താമസിക്കുകയാണ്. ഭാര്യ മക്കളൊക്കെ ആയിട്ട് വലിയ പൊരുത്തമൊന്നുമില്ലാതെ ഒറ്റയ്ക്ക് താമസിക്കും. 7:30 മണിക്ക് വിളിക്കുമ്പോൾ ഞാൻ ചോദിച്ചു, ഇതുവരെ എന്ത് ചെയ്തു? ചെയ്യേണ്ട കാര്യങ്ങളൊന്നല്ല ചെയ്തിരിക്കുന്നു. ഈ പ്രകൃതിയിലേക്ക് നോക്കി പഞ്ചഭൂതങ്ങളോടും നമ്മൾ നന്ദി പറഞ്ഞുകൊണ്ടിരിക്കണം. വാക്കാൽ പറയുകയല്ല. എണീറ്റ ഉടനെ ചിന്തിക്കണം, ഇന്നത്തെ ദിവസം ജീവിക്കാൻ എനിക്ക് ആയുസ് തന്നിരിക്കുന്നല്ലോ. തലേ ദിവസം രാത്രി കിടന്നുറങ്ങിയ എല്ലാവരും രാവിലെ എണീറ്റിട്ടുണ്ടോ? ഇല്ല. എനിക്ക് ആയുസ് തന്നില്ലേ? എന്തെല്ലാം നന്മകളാണ് ചുറ്റും കാണുന്നത്. ചുറ്റുമുള്ള വൃക്ഷത്തിന്റെ താഴെ പോയി നിൽക്കുന്നു. ആ വൃക്ഷത്തിന്റെ മുകളിലെ കിളികള് എത്ര സന്തോഷമായിട്ടാണ് ചിലച്ചുകൊണ്ടിരിക്കുന്നത്. മാങ്കാവ് താമസിക്കുന്ന ഞാൻ മൂകാംബിയെ പറ്റി ചിന്തിക്കും. എനിക്ക് അവിടുത്തെ പ്രിയപ്പെട്ട മസ്തികട്ടിനെ പറ്റി ചിന്തിക്കും. അവളെ ഞാൻ ധ്യാനനിരതനായിരിക്കുമ്പോൾ വൃക്ഷത്തിന്റെ മുകളിലുള്ള മലയണ്ണാന്മാര്, ഇതൊക്കെ വെവ്വേറെയാണ്. ഒക്കെ നമ്മുടെ ആത്മാവിന്റെ ഭാഗമല്ലേ?
ആത്മാവിന്റെ വിസ്തൃതി വർദ്ധിക്കുന്തോറും ഇതൊക്കെ നമ്മുടെ ഒരു ഭാഗമല്ലേ? ഇതൊക്കെ നമ്മൾ കൊല്ലാനുള്ളതാണോ? വേദനിപ്പിക്കാനുള്ളതാണോ? തിന്നാനുള്ളതാണോ? എല്ലാം എന്റെ ആത്മാവിന്റെ അംശമാണ് എന്ന ചിന്തയാണ് ആത്മനമസ്കാരം. അത് ദ്വാരകയിലെ സ്വാമി ഇത് പറഞ്ഞതിന്റെ അർത്ഥം വർഷങ്ങൾക്ക് ശേഷമാണ് എനിക്ക് കൂടുതൽ മനസ്സിലായത്. ഇന്ന് പ്രേക്ഷകരുമായിട്ട് ഈ ആശയം ഒന്ന് പങ്കിട്ടു എന്നേ ഉള്ളൂ. സന്തോഷം. നമസ്കാരം.